ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്, അതായത് നമ്മൾ ചെയ്യുന്ന കുറച്ച് തെറ്റുകളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പലരും കേൾക്കാത്ത ഒരു മേഖലയാണിത്. ശ്രദ്ധിക്കാതെ പോകുന്ന, നമ്മൾ വളരെയധികം ശ്രദ്ധ ചെലുത്താത്ത ഒരു മേഖല. അപ്പോൾ എൻ്റെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഈ പരമാവധി നിങ്ങൾ ഈ ഓഡിയോ ഷെയർ ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയും പോകരുത്. നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ചെയ്യാൻ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ലോക കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ പാടില്ല. സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, കുട്ടികളിലാണെങ്കിൽ ഗെയിമുകൾ, അങ്ങനെ എക്സെട്ര പല കാര്യങ്ങൾ. ഒരിക്കലും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തരുത്. അത് തീർച്ചയായിട്ടും നമ്മിലേക്ക് ദൈവം കടന്നു വരുന്ന, അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുത്തും. നമുക്കൊരു ശക്തിയുണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്തും പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷവും നമുക്കൊരു മനസ്സമാധാനം നമുക്ക് അനുഭവിക്കപ്പെടാറുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ്? ദൈവ സാന്നിധ്യം നമ്മിലേക്ക് നിറയുന്നത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സിനിമ, സീരിയൽ, അതുപോലെ കൊലപാതകങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന് അത് വളരെയധികം ഇറിറ്റേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മിലേക്ക് ഒഴുകപ്പെടുന്ന ദൈവിക ശക്തി നഷ്ടപ്പെടാനായിട്ട് ഇത് വളരെയധികം സാധ്യമാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചതിന് ശേഷം അല്പസമയം നമ്മൾ ദൈവസന്നിധി ശാന്തമായിട്ടിരിക്കുക. മൊബൈൽ ഫോൺ നമുക്ക് എടുക്കാം, പക്ഷേ നമ്മുടെ കണ്ണിനോ നമ്മുടെ ഹൃദയത്തിനോ നമ്മുടെ കാതുകൾക്കോ വളരെ നല്ല കാര്യങ്ങൾ മാത്രം, ദൈവവചനങ്ങളോ വളരെ നല്ല നല്ല ആത്മീയമായിട്ടുള്ള സോങ്ങുകളോ ഒക്കെ കേൾക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട്, നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു തെറ്റാണ് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഏറ്റാൽ ഉടൻ തന്നെ ദേഷ്യപ്പെടുക, മറ്റുള്ളവരോട് കോപിക്കുക, നിന്ദനം, അവരെ നിന്ദിക്കുന്നതും പരിഹസിക്കുന്നതും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് ഉടൻ തന്നെ ഈ ഒരു തെറ്റ് നിങ്ങൾ ആവർത്തിക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മളുള്ള പ്രാർത്ഥനയുടെ ഫലം, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മേഖല പല കുടുംബങ്ങളിലും ഇന്ന് പലരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രത്യേകം നമ്മളതിനെ തീർച്ചയായിട്ടും ആത്മശോധന ചെയ്തുകൊണ്ട് ആ മേഖലയെ നമ്മൾ ക്രമീകരിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധ ചെലുത്താതെ മുന്നോട്ട് പോകാതിരിക്കുക. വിശുദ്ധിയുള്ള ഒരു മനസ്സ് നഷ്ടപ്പെടുത്താതിരിക്കുക. അതായത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം ചൊരിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുമ്പസാരമൊക്കെ കഴിഞ്ഞായിരിക്കും പ്രാർത്ഥിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വിശുദ്ധി നമ്മിലേക്ക് ചൊരിയപ്പെടും. അപ്പോൾ ഈ വിശുദ്ധി ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. അതായത് പ്രാർത്ഥനയിലൂടെ നമുക്ക് വളരെയധികം സമാധാനവും കരുണയും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇത് നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം അപവാദം പറയുന്നതിലൂടെ, അശുദ്ധ ഭാഷണങ്ങൾ നടത്തുന്നതിലൂടെ, തെറ്റായ ചിന്തകളിലൂടെ നഷ്ടപ്പെടുത്താതെ വളരെയധികം ശ്രദ്ധിക്കുക. നാലാമതായിട്ട്, ദൈവത്തിന് നന്ദി പറയാതെ പോകരുത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം പല വ്യക്തികളും ദൈവത്തിന് നന്ദി പറയാറില്ല. പ്രാർത്ഥിക്കുന്നതിന് തൊട്ട് മുൻപായും പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷവും ദൈവത്തിന് നന്ദി പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന പല മേഖലകളെ കെട്ടുകൾ പൊട്ടിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നന്ദി വാക്ക്. അതുപോലെ നമ്മൾ ദുഃഖിക്കുന്ന സമയവേളകളിലും സഹനത്തിന് നടുവിൽ നിൽക്കുമ്പോഴും നന്ദി പറയാതെ എഴുന്നേറ്റ് പോവരുത്. പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി മുതൽ നന്ദി പറയാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ അല്ലേ? അഞ്ചാമതായിട്ട്, വേഗത്തിൽ എഴുന്നേറ്റ് പോകാതിരിക്കുക. ഇത് നമ്മളിൽ പലരും ചെയ്യുന്നൊരു കാര്യമാണ്. പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ തന്നെ ആരെങ്കിലും വിളിക്കുക, മൊബൈൽ ഫോൺ അടിക്കുക, അടുക്കളയിൽ കുക്കർ വിസിലടിക്കുക, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കേൾക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എഴുന്നേറ്റ് പോകും. അതൊരു വലിയ തെറ്റല്ലേ? രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ് പെട്ടെന്ന് തീർക്കണം.
എന്തിനാ? പല വീടുകളും നമുക്ക് കാണാം സീരിയൽ തുടങ്ങുന്ന സമയമാണ്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തീർത്തിട്ട് ഒന്നെങ്കിൽ സീരിയൽ കാണണം, അല്ലെങ്കിൽ സിനിമ കാണണം, അല്ലെങ്കിൽ ന്യൂസ് കാണണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഉടൻ തന്നെ വേഗം തന്നെ തീർത്ത് എഴുന്നേറ്റ് പോകാനായിട്ട് ശ്രദ്ധിക്കരുത്. ദൈവസന്നിധിയിൽ സമാധാനത്തോടെ അല്പസമയം ചെലവഴിക്കണം. ദൈവത്തോട് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ ദൈവം കേൾക്കുന്നുണ്ട്, അത് ഉറപ്പാണ്. അതിനൊരു ഉത്തരം ദൈവത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ ദൈവത്തെ കേൾക്കാൻ വേണ്ടി സമാധാനത്തോടെ ഇരിക്കണം. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ തിടുക്കം കൂട്ടി പ്രാർത്ഥിക്കാതെ ഇരിക്കുക. ആറാമതായിട്ട്, മറ്റുള്ളവരുടെ പ്രാർത്ഥനയെ നമ്മൾ പരിഹസിക്കാതിരിക്കുക. അപ്പം നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് കാണാം, നിനക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, അല്ലേ, നിനക്ക് വിശ്വാസമില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊന്നും ഒരിക്കലും നമ്മൾ പറയരുത്. നീ നന്നാവില്ല. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ഒഴിവാക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവരോടായിക്കോട്ടെ, നമ്മുടെ കുടുംബത്തിലുള്ളവരായിക്കോട്ടെ, ആരോട് വേണമെങ്കിലും ആയിക്കോട്ടെ, ഒരിക്കലും അവരെ പ്രാർത്ഥനയുടെ മേഖലയിൽ നിൽക്കുന്ന ഒരാളെ പോലും നമ്മൾ പരിഹസിക്കാനോ നിന്ദിക്കാനോ പാടുള്ളതല്ല. ഏഴാമതായിട്ട്, പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റാൽ ഉടൻ തന്നെ അശുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത്. അതായത് നമ്മൾ മൊബൈൽ ഫോണ്, ടി വിയിലൊക്കെ ന്യൂസ് കാണുമ്പോൾ കൂടുതലായിട്ടും കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നത്, കാണുന്നത്, തെറ്റായ ചിന്താധാരണകൾ, തെറ്റായ ബന്ധങ്ങളിലേക്ക് കടന്നു പോകുന്നത്, മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ കുറ്റപ്പെടുത്തുന്നത്, പരിഹസിക്കുന്നത്, അപവാദം പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. അങ്ങനെ പറയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് നമ്മുടെ പ്രാർത്ഥന എന്നേക്കുമായിട്ട് അസാധുവാക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇന്ന് 90% ആളുകളിലും ആവർത്തിക്കുന്നൊരു തെറ്റാണിത്. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ആത്മശോധന ചെയ്ത് തീർച്ചയായിട്ടും ഈ മേഖലകളെ ഒന്ന് പരിശോധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? അല്പസമയം പറ്റുമെങ്കിൽ ദൈവസന്നിധിയിലിരിക്കുക. എല്ലാവരോടും ഒന്ന് സ്നേഹത്തോടെ ഇടപഴകി വളരെയധികം കുടുംബത്തോടൊപ്പം വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ പരമാവധി കുറ്റങ്ങളും കുറവുകളും പറയുന്നതിൽ നിന്നും അകന്നു നിൽക്കുവാനും നമ്മുടെ ധാരണകളെ തെറ്റായ രീതിയിലേക്ക് പോകാതെ നല്ലതായിട്ട് പോസിറ്റീവായിട്ട് എടുക്കാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സിനിമ, സീരിയൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കി അതിനുശേഷം നമ്മൾക്ക് ചെയ്യാവുന്ന വളരെ നല്ല കാര്യങ്ങളുണ്ട്. ആത്മീയമായിട്ടുള്ള നല്ല വചനങ്ങൾ കേൾക്കുന്നതോ, വചനം വായിക്കുന്നതോ, ഇനി അതൊക്കെ മടിയാണെന്നുണ്ടെങ്കിൽ പാട്ട് കേൾക്കാം. ഒരുപാട് ആത്മീയമായിട്ടുള്ള നല്ല നല്ല പാട്ടുകൾ കേൾക്കാം. കിടക്കുന്നതിന് തൊട്ട് മുൻപും അതിനുശേഷം മൊബൈൽ ഫോണ്, സോഷ്യൽ മീഡിയ, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിൻ്റെ വിത്ത് കർത്താവ് വിതയ്ക്കുന്നതായിരിക്കും. അത് മുളപൊട്ടി ഒരുപാട് ഫലങ്ങൾ ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.